ബാൻഡേജസിൽ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ബാൻഡേജ് ഹിപ്പ് ബാൻഡേജാണ്. ഈ ഹിപ്പ് ബാൻഡേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അരക്കെട്ടിൽ ഏതൊരു രീതിയിലുള്ള മുറിവുകൾ പറ്റിയാൽ അത് ഈ ഇൻഫെക്ഷനിൽ നിന്ന് തടയാൻ വേണ്ടി നമ്മൾ ഹിപ്പ് ബാൻഡേജ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം നമുക്ക് ആവശ്യം ഇതുപോലെ ഒരു നാരോ ബാൻഡേജാണ്. ഇത് ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ നാരോ ബാൻഡേജ് പോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ ഹിപ്പിൽ ഒരു ബെൽറ്റ് കെട്ടുന്ന പോലെ നമ്മൾ റീഫ് നോട്ട് ഉപയോഗിച്ച് ഇവിടെ കെട്ടി സ്റ്റഡിയാക്കാം. എക്സസൈസ് ടിപ്പൊക്കെ അവിടെ കിടന്നോട്ടെ. അതിനുശേഷം ട്രയാങ്കുലർ ബാൻഡേജ് എടുത്ത് ഈ ബാൻഡേജിൻ്റെ ടിപ്പ് 90 ഡിഗ്രി എടുത്ത് ടിപ്പ് ഈ നോട്ടിൻ്റെ ബാക്കിൽ കൂടി എടുത്ത് പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് വരെയും റേസ് ചെയ്യുക. എന്നിട്ടൊന്ന് ആരുടെയെങ്കിലും സഹായത്തോടെ അവിടെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ചുരുങ്ങി കിടക്കുന്നതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, നിവർത്തുക. ഇതിനുശേഷം പേഷ്യൻറ്റിൻ്റെ തൈൻ്റെ ബാക്കിൽ കൂടി ഈ ട്രയാങ്കുലർ ബാൻഡേജിൻ്റെ ഈ രണ്ട് എൻഡ് അതിനു മുമ്പ് 1 ഇഞ്ച് ഉള്ളിലേക്ക് വിപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യും. 1 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹെം ചെയ്ത് വെക്കണം. ഹെം ചെയ്തതിന് ശേഷം തൈസിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്ന് ക്രോസ് ഓവർ ചെയ്ത് വീണ്ടും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഇവിടെ റീഫ് നോട്ട് കെട്ടി റെഡിയാക്കുക. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തിരുന്ന ബാൻഡേജ് എടുത്ത് നേരെ ഈ 2 കെട്ടുകളും കവർ ചെയ്യുന്ന വിധം കൊണ്ടുവരിക. എന്നിട്ടൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് അത് റെഡിയാക്കുക. അപ്പോൾ ഇതുപോലെ ഈ 2 കെട്ടിനും ഇടയിലാണ് ഇഞ്ചുറി വരേണ്ടത്. ഈ ഇഞ്ചുറിയുടെ 2 അറ്റത്തായിട്ടാണ് നമ്മൾ ഈ 2 കെട്ടുകളും റെഡിയാക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബെൽറ്റ് പോലെ നാരോ ബാൻഡേജ് കെട്ടിയതിന് ശേഷം ട്രയാങ്കുലർ ബാൻഡേജ് യൂസ് ചെയ്ത് അതിനെ ഈ ഇഞ്ചുറീനെ മൊത്തത്തിൽ കവർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഹിപ്പ് ബാൻഡേജ് കെട്ടേണ്ടത്.